ഗൃഹപ്പുഴ. അപ്പൊ ഗൃഹപ്പുഴനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ വാടക വീട്ടില് ഞാൻ വാടകയ്ക്ക് എടുത്ത വീട്ടില് എവിടെ തൃശ്ശൂര് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ തിരൂരായിരുന്നു, മലപ്പുറം തിരൂര്. ഇന്നിപ്പോ ഇവിടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ തിരൂരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഒന്ന് പോയി നോക്കണം. കണ്ടില്ലല്ലോ, എന്തൊക്കെയാണ് അവിടെ എന്നുള്ള അറിയണല്ലോ. അപ്പോ ഗൃഹപ്പുഴ എന്ന് പറയുമ്പോ ഈ വീട് എന്നല്ല, ഏത് വീടാണെങ്കിലും വീട് ഉണ്ടാക്കുമ്പോൾ ആ വീട് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് പല പല വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ കയ്യിലുള്ള സാമ്പത്തികവും കാര്യങ്ങളും. ചിലർക്ക് വെറുതെ ഒരു വീട് തട്ടിക്കുട്ടിയാൽ മതി. അതൊരു 5 സെന്റിലായാലും 4 സെന്റിലായാലും അത് ചിലപ്പോൾ ഗവൺമെന്റുമായിട്ട് ഗവൺമെന്റിന്റെ ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള സേവന ഫണ്ടിങ് വഴിയായിരിക്കാം. ചിലർ അധ്വാനിച്ച് പിടിച്ച് ഉണ്ടാക്കി വെച്ച പണം കൊണ്ടായിരിക്കും. ചിലർ ലോൺ എടുത്തിട്ടായിരിക്കും. പക്ഷെ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കണത് ഒരു 30-ാമത്തെ വയസ്സിൽ വീടുണ്ടാക്കുന്നവരുണ്ടാവും, 40-ാമത്തെ വയസ്സിൽ വീടുണ്ടാക്കുന്നവരുണ്ടാവും, 50-ാമത്തെ വയസ്സിൽ വീടുണ്ടാക്കുന്നവരുണ്ടാവും, 60-ാമത്തെ വയസ്സിൽ വീടുണ്ടാക്കുന്നവരുണ്ട്. ചിലർക്ക് വീട് ജനിച്ച സമയത്ത് ഉണ്ടായിരിക്കും, മരണം വരെയും വീടുണ്ടായിരിക്കും. നിരവധി വീടുകൾ അവർ പിന്നീടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമ്മളെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ഇവർക്കൊക്കെ എത്ര വീടുകളുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. എന്തായാലും നിരവധി വീടുകളുണ്ട്. അവർ പല സ്ഥലങ്ങളിലായിട്ട് പല ലൊക്കേഷനുകളിലേക്ക് പല പല ആവശ്യങ്ങളായിട്ട് പോകുന്ന സമയത്ത് നിരവധി വീടുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതാത് വീടുകളിൽ നിന്നുള്ള അനുഭവം അവർക്ക് വ്യത്യസ്തമായിരിക്കും. പക്ഷെ അവർക്കൊരു കോമൺ ആയിട്ടൊരു വീട്, ചിലപ്പോൾ തറവാട് എന്നൊക്കെ പറയാം, അതും ഉണ്ടായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ ജനിച്ച് വളർന്ന് ആ വീട് കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് കഴിഞ്ഞു. പിന്നെ ആദ്യം ജനിച്ച് വന്ന വീട് നമ്മൾ ഭാഗം വെച്ച് മാറി കുറെ കാലം വേറൊരു വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഓരോ വീടുകളിൽ നിന്നുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഓരോന്നിന്റെ അളവുകൾ ഇനി അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ പൊളിച്ചതും മറ്റതും വെച്ചതൊന്നുമില്ല. ഇപ്പൊ നിലവിലുള്ള വീടുകളുടെ അന്തരീക്ഷം, അവിടെയുള്ള കന്യമൂല, ഈശാനകോണം, അതുപോലെ അഗ്നികോണം, ഇവിടെയൊക്കെ ഏതൊക്കെ മാറ്റം, ഏതൊക്കെ രീതിയിലാണോ ആദ്യത്തെ വീടുകളൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടല്ലോ. ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ, ഇന്ന സ്ഥലത്ത് കിണർ പാടില്ല, ഇന്ന സ്ഥലത്ത് ബാത്റൂം പാടില്ല, അങ്ങനെയുള്ള കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ നിയമങ്ങളൊക്കെ വെച്ച് എല്ലാ നിയമങ്ങളും പാലിച്ച് ഇനി ഒരു വീട് ഉണ്ടാക്കി അതിൽ ജീവിച്ചിട്ട് അതിന്റെ വിജയം കൂടെ. അപ്പം ഞാനിപ്പോ ഈ നിൽക്കുന്ന വീടിൽ ഏതൊക്കെ രീതിയിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇവിടെ ഇതിന്റെ അടിയിൽ ഹൗസ് ഓണർ ഉണ്ട്, മുകളിൽ വേറെ വാടകക്കാരുണ്ട്. അപ്പൊ എല്ലാവരുടെ എനർജി ഇവിടെ കിടക്കുക. ഞാൻ ഒരു വീട്ട് വാടകയ്ക്കോ സ്വന്തമായിട്ടോ ഇനി ഭാവിയിൽ വീണ്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല, ഭൂമിയിൽ ഒരു ചേഞ്ചിങ് നടക്കുന്നുണ്ട്. ഭൂമിയിൽ ചേഞ്ചിങ് വരുമ്പോൾ ഇപ്പൊ നിലവിൽ നല്ല രീതിയിൽ വാസ്തുശാസ്ത്രം എല്ലാം നോക്കി നിൽക്കുന്ന ആളുകൾക്ക് പോലും പല മാറ്റങ്ങൾ സംഭവിക്കാം. ഗൃഹപ്പിഴ അതൊരു ചെറിയ പിഴയല്ല, വലിയ പിഴയാണ്. പക്ഷെ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചാൽ എത്തുക തന്നെ ചെയ്യും നല്ലൊരു വീട്ടിലേക്ക്. അത് ഏത് വയസ്സിലായാലും ശരി, ഏത് ഉദ്യോഗത്തിലോ ബിസിനസ്സിലോ ഏത് രീതിയിൽ എത്തുന്നതിനായാലും ശരി, അവന്റെ ജീവിത വിജയം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള വീട്ടിലേക്ക് ആരായാലും എത്തുക തന്നെ ചെയ്യും. അപ്പൊ എൻ്റെ എത്രാമത്തെ വീടാ ഇതെന്ന് അറിയാം. ഞാൻ ജനിച്ച് വന്നത് ഒരു വീട്, അമ്മ വീട്, അത് കഴിഞ്ഞ് അച്ഛൻ വീട് 2, അച്ഛൻ ഉണ്ടാക്കിയ വീട് 3, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അനവധി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുള്ള നിരവധി വീടുകൾ, അനവധി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുള്ള നിരവധി വീടുകൾ. അതിനെപ്പറ്റി എണ്ണം എനിക്ക് അറിയാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ഒരു 2 നിന്നിട്ടുണ്ട്, എറണാകുളത്ത് ഒരു 2-3 വീടുകൾ മാറിയിട്ടുണ്ട്. അതുപോലെ കണ്ണൂർ പോയപ്പോൾ അവിടെ വലിയൊരു കടാകടം വീടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ വീടുകൾ, അപ്പൊ നിരവധി വീടുകളും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ എൻ്റെ തലയിൽ കിടക്കുന്നതാണ്. അപ്പൊ വീട് വിശേഷം, ഗൃഹപ്പുഴയുടെ വിശേഷങ്ങളുമായിട്ട് ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ്. ഇനി അതിലേക്ക് ബന്ധുമിത്രാദികളെ എന്ന് പറഞ്ഞ മാതിരി പുതിയ ആളുകളെ കൊണ്ടുവരണം. അത് ചിലപ്പോ പാർട്ട്നേഴ്സ് ആയിരിക്കാം, ചിലപ്പോ നമുക്ക് അനുയോജ്യമായ കാമുകിമാരായിരിക്കാം. ഒരു ശ്രമമൊക്കെ നടത്തണല്ലോ. ഇപ്പൊ ലിവിങ് ടുഗദറൊക്കെ ഉണ്ടല്ലോ, കല്യാണമല്ലോ പെട്ടെന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ആ രീതിയിൽ ഒരു ശ്രമം നടത്തി ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. എനിക്കെന്ത് സംഭവിക്കുന്നു
എൻ്റെ ബിസിനസ്സിന് എന്ത് സംഭവിക്കുന്നു, ട്രേഡിങ്ങിന് എന്ത് സംഭവിക്കുന്നു, അതുവഴി എൻ്റെ മാറ്റങ്ങൾ എന്തിരിക്കുന്നു എന്നത് അറിയിച്ചുകൊണ്ടേയിരിക്കുക. ഗൃഹപ്പിഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.